ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 21ാമത്തെ ദശകം, നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും. ഇതിൽ 12 ശ്ലോകങ്ങളുണ്ട്. ഇന്ന് നമുക്ക് ഇതിലെ അവസാനത്തെ ശ്ലോകങ്ങളായ 11ഉം 12ഉം പഠിക്കാം. ശ്ലോകം 11. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. സർവൈർ ധ്രുവാദിഭിർ ഉഡുപ്രകരൈർ ഗ്രഹൈ ച. ചേർത്ത് ചൊല്ലുമ്പോൾ സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച. സർവൈർ ധ്രുവാദിഭി, ധ്രുന്നും ഭീന്നും നന്നായിട്ട് ഊന്നി പറയണം. ഉഡു പ്രകരൈർ, ഉഡു ടാ ഠ ഡ, മൂന്നാമത്തെ ഡ എന്നാണ് ഡു എന്നുള്ളത്, ഒട്ടും ഊന്നണ്ട. ഉഡു പ്രകരൈർ ഗ്രഹൈ ച ഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ. അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. പുച്ഛാദികേഷു, ഛ എന്നുള്ളത് അച്ഛൻ എന്നെഴുതണ ഛ എന്നാണ്. പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈ. അഭി, ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കൽപ്യമാനൈഃ, അവിടെ വിസർഗം, അപ്പം അങ്ങനെ വിസർഗം പറയണം. ത്വം ശിംശുമാരവപുഷ, ശിംശുമാരവപുഷ മഹതാം ഉപാസ്യ. ചേർത്ത് ചൊല്ലുമ്പോൾ ത്വം ശിംശുമാരവപുഷ മഹതാമുപാസ്യ സന്ധ്യാസു. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. മഹതാമുപാസ്യ എന്നവിടെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ പിന്നെ 1 സാന്ന് മതി. സന്ധ്യാസു എന്ന് മതി. അവിടെ വിസർഗട്ട് ചൊല്ലുമ്പോൾ 1 സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് ചൊല്ലണം. മഹതാമുപാസ്യ സന്ധ്യാസു. ന്ധ്യ ന ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. രുന്ധി ന ഥ എന്നാണ്, അതും ഊന്നി പറയാനുള്ളതാണ്. നരകം മമ സിന്ധുശായിൻ, അതേപോലത്തെ ന്ഥ എന്നാണത്. ന്ഥു, സിന്ധുശായിൻ. ഇവിടെ സന്ധ്യ എന്നുള്ളത് രുന്ധി, സിന്ധു 3 സ്ഥലത്ത് വരുന്നുണ്ട് ഈ നാഥ എന്നുള്ളത്. അത് 3ഉം ഊന്നി പറയാനുള്ളതാണ്. അങ്ങനെ നിർത്താം. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുശായിൻ. അടുത്തത് 12ാമത്തെ ശ്ലോകം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. പാതാളമൂലഭുവി, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ശേഷതനും ഭവന്തം, ഭ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം. കുണ്ടല എന്നുള്ളത് ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. നീലാംബരം ബ എന്നാണ്, നീലാംബരം. ധൃതഹലം, ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭുജകാംഗനാഭി,
ഭൂ എന്നുള്ളതും ഭീ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭുജകാംഗനാഭിർ ജുഷ്ടം, അത് ചേർത്ത് ചൊല്ലുമ്പോൾ ജൂന്ന് ഡബിളായിട്ട് ചൊല്ലണം. ചുഷ്ടം അങ്ങനെ. അല്ലെങ്കിൽ ഭുജകാംഗനാഭി അവിടെ അങ്ങനെ നിർത്തി ചൊല്ലുകയാണെങ്കിൽ പിന്നെ ജുഷ്ടം ഭജേ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹര ഗദാൻ ഗദാൻ ഗുരുഗേഹനാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെയും നിർത്താം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ത്രിദഹലം ഭുജകാംഗനാഭിർജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.